ഓം ശ്രീരാജശ്രീ ബ്രഹ്മ പരബ്രഹ്മണേ നമ. ഞാൻ ബ്രഹ്മശ്രീ ആചാര്യാജയം മന്ദിരത്തിൽ നൂർനാട്, ആലപ്പുഴ ജില്ലയിലെ നൂർനാടാണ് എൻ്റെ സ്വദേശം. ഞാൻ വിശ്വകർമ്മ സൗഹൃദവേദിയുടെ മുഖ്യ പുരോഹിതനാണ്. ഓം പഞ്ചവക്രം വിശ്വാധാരം ദശപഞ്ചപുരോചനം സദ്യോജാന ശ്വേതം വാമദേവന്ത കൃഷ്ണകം അഹോരൻ രക്തവർണ്ണം ജാതർ പുരുഷ ഹരിതപ്രഭം ഈശാനാനം സ്വാമി ശരീരഹേമോർണം ദശഭാവ സമായുക്തം പഞ്ചവേദാദിഭൂഷിതം പുരികം വാസൃംഗ വീണാധാരം വിശ്വാനികര അസ്തഞ്ചോദനം സർവദേവ നമസ്കാരം വിശ്വകർമാണം ഈശ്വരം പ്രാഗ് ദക്ഷിണ പശ്ചിമ ഉത്തര മുഹമ്മജാമിഹം. ഓം ശ്രീ മഹാവിശ്വകർമ്മ ഗണാധിപതി നമഃ. ഓം വിശ്വകർമ്മണേ നമഃ. 2024 നമ്മുടെ ഋഷിപഞ്ചമി ആഘോഷം പഞ്ചാംഗ വർഷത്തിലെ ഭാദ്രപദ മാസത്തിലെ ശുക്ലവർഷ പഞ്ചമി തിഥിയിൽ നമ്മൾ സമുചിതമായ വിശ്വകർമ്മ സൗഹൃദവേദി ആചരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മുനിസിപ്പൽ ാണ് നമ്മൾ ഈ വർഷം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് രാവിലെ 8:30 വിശ്വകർമ്മ ഹവനത്തോടുകൂടിയാണ് നമ്മൾ ചടങ്ങ് തുടങ്ങുന്നത്. അതിൻ്റെ മുഖ്യ ആർമ്മത്തിലാണ് വിശ്വകർമ്മ ഹവനം, സർവീസിൽ പൂജ, വിദ്യാരംഭം, അന്നപ്രാശം, ചോറൂണ്, അതുപോലെ ഉപനയന സംസ്കാരം ഉണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാ ഷോഡശകർമ്മങ്ങളും നമ്മളവിടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം പ്രപഞ്ചസൃഷ്ടാവായ വിശ്വകർമ്മ പരമാത്മാവ് ഈശ്വരൻ്റെ 5 മുഖത്തിൽ നിന്ന്, സദ്യോജാത മുഖത്തിൽ നിന്ന് മനുബ്രഹ്മാവിനെയും, സദ്യോജാത വാമദേവ മുഖത്തിൽ നിന്ന് മയബ്രഹ്മാവിനെയും, അഹോര മുഖത്തിൽ നിന്ന് ദുഷ്ടബ്രഹ്മാവിനെയും, തൽപുരുഷ മുഖത്തിൽ നിന്ന് ശുക്രബ്രഹ്മാവിനെയും, ഈശാന മുഖത്തിൽ നിന്ന് വിഷ്ണുബ്രഹ്മാവിനെയും. അതിനുശേഷം ഈശ്വരൻ സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം എല്ലാ ജീവജാലങ്ങളെയും എന്ന് വെച്ചാൽ മനുഷ്യനൊഴികെ ബാക്കിയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായി 5 പേരെ 5 മുഖത്തിൽ നിന്ന് സർവ്വ കഴിവുകളും കൊടുത്ത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി 5 പേരെ സൃഷ്ടിക്കും. അവരിൽ നിന്നാണ് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഉടമകളായ വിശ്വകർമ്മ കുലത്തിൻ്റെ ഉത്ഭവം. അവർ ഒരുപാട് നാൾ ഈശ്വരൻ അത് കഴിഞ്ഞ് പഞ്ചാംഗത്തോടുകൂടിയാണ് സൃഷ്ടിയോടുകൂടി പഞ്ചാംഗം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് അഗ്നിയിൽ ലയിച്ചു പോവുകയും അവിടുന്ന് ഋഷികൾ ഈ പഞ്ചബ്രഹ്മാക്കൾ എന്തിനാണ് ഞങ്ങളിവിടെ വന്നത്, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളതെന്നൊക്കെ അവർ ഒരുപാട് നാൾ തപസ്സിരുന്നതിന് ശേഷം പഞ്ചഋഷികൾ ദർശനം കൊടുത്ത പുണ്യദിനമാണ് ഭാദ്രപദ മാസത്തിലെ ശുക്ലവർഷ പഞ്ചമി തിഥിയിൽ ഋഷിപഞ്ചമിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അന്ന് രാവിലെ 8:30 തുടങ്ങുന്ന ചടങ്ങ് നമ്മൾ വിശ്വകർമ്മ ഹവനം, സർവീസിലെ പൂജ, അത് എഴുത്ത്, അതുപോലെ എല്ലാ ചടങ്ങുകളോടുകൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിശ്വകർമ്മ സഹോദരങ്ങളും അന്ന് 8:30 തന്നെ നമ്മൾ ഹാളിൽ വന്ന് ചേരുകയും ഈശ്വരൻ്റെ നാമം ആ ദിവസം ഈശ്വരൻ്റെ നാമം പ്രചരിപ്പിക്കാനുള്ള ആ ദിവസമാണ്, ഈശ്വരന് വേണ്ടിയുള്ള ദിവസമാണ് അന്ന്. എല്ലാവരും ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക. എല്ലാവരും വിശ്വകർമ്മ സൗഹൃദവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപര പേരിലും ക്ഷണിച്ചു കൊള്ളുന്നു. ഓം വിശ്വകർമ്മേ നമഃ.